ഹേ ഗെയ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡറായ കോട്ടവാസൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം തെങ്കാശി നഗരം ഒന്ന് ചുറ്റിക്കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിച്ചാലോ? ഈ റൂട്ടിലൂടെ എത്ര യാത്ര ചെയ്താലും മതി വരില്ല. അതാണ് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഒട്ടനവധി വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലെ എസ് വളവ്. ആ എസ് വളവാണ് ഈ കാണുന്നത്. ഇതുവഴി ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാൻ തന്നെ പ്രത്യേക രസമാണ്. രാത്രി സമയങ്ങളിൽ ഇവിടെ നല്ല ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് ചരക്ക് ലോറികൾ ഈ റോഡ് വഴി പോകാറുണ്ട്. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ ഇത്രയും ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. തമിഴ്നാട്ടിൽ കയറിയതിനു ശേഷം ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത്. പലതവണ ഞാൻ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ കാറിലായിരുന്നു യാത്ര ചെയ്യുന്നത്. ഇന്ന് എൻ്റെ യാത്ര വ്യത്യസ്തമാക്കാൻ ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥലമാണ് പുളിയറ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ദക്ഷിണാമൂർത്തി ടെമ്പിൾ. ആ ടെമ്പിളും ആ പരിസരവും കാണാൻ നല്ല രസമാണ്. ഞാൻ കുറേ തവണ അവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് തെങ്കാശിയിലേക്കും തെങ്കാശിയിലെ മറ്റു ഭാഗങ്ങളിലേക്കും ബസ്സും അവൈലബിൾ ആണ്. ബസ്സിലിരുന്ന് ഇങ്ങനെ തമിഴ്നാടിൻ്റെ ഈ ഭംഗി ആസ്വദിക്കാൻ നല്ല രസമാണ്. വേനൽക്കാലമായതിനാൽ ഇപ്പോൾ നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് ആണ് ഈ പാടങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ കാണാൻ. അങ്ങ് ദൂരത്തായി കാറ്റാടിപ്പാടം കാണാൻ പറ്റുന്നുണ്ട്. തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ കാറ്റാടിപ്പാടവും അങ്ങനെ സൂര്യകാന്തിയും ഒക്കെ പൂത്തു നിൽക്കുന്ന സമയത്ത് പോയി കാണാൻ പറ്റും. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ റൂട്ടിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ സുന്ദരപാണ്ഡിപുരവും ആ പരിസരവും അവിടുത്തെ കൃഷിത്തോട്ടങ്ങളും മറക്കാതെ എക്സ്പ്ലോർ ചെയ്യണേ. ഇപ്പോൾ ബസ് ചെങ്കോട്ടയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിലേക്ക് പോയാണ് അച്ചൻകോവിൽ, തിരുമലക്കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ തെങ്കാശി എന്ന് പറയുന്ന നഗരത്തിലെ കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ മുന്നോട്ട്. ഞാൻ കേരളത്തിലുള്ള ആര്യങ്കാവിൽ നിന്നാണ് കയറിയത്. അവിടെ നിന്നും തെങ്കാശി വരെ 45 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ ബസ് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിലേക്ക് കയറി. ഇതൊരു ചെറിയ ബസ് സ്റ്റാൻഡാണ്, പക്ഷേ ഇവിടുന്ന് നിരവധി സർവീസുകൾ അവൈലബിൾ ആണ്. ലോങ് സർവീസ് ആണ് കൂടുതലും. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾക്കകം ബസ് വീണ്ടും മുന്നോട്ട്. ഈ സ്ഥലം കാണുമ്പോൾ ഈവനിങ്ങിൽ വന്നൊന്ന് സ്പെൻഡ് ചെയ്യാനും അത്യാവശ്യം ഫോട്ടോ എടുക്കാനും പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെ ബസ് തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് തെങ്കാശി ഗോപുരം. പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. എൻ്റെ വീഡിയോയുടെ ലക്ഷ്യവും ഈ ക്ഷേത്രവും പരിസരവും ഒന്ന് കാണണം എന്നുള്ളതാണ്. തെങ്കാശി ബസ് സ്റ്റാൻഡും പരിസരവും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ തെങ്കാശി ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ബ്രിഡ്ജിന്റെ താഴെയാണ് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിരവധി ട്രെയിനുകൾ കേരളത്തിലേക്കുണ്ട്. അങ്ങനെ ബസ് തെങ്കാശി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു.
തെങ്കാശി ബസ് സ്റ്റാൻഡ് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് നിരവധി സർവീസുകളുണ്ട്. ഞാൻ വന്ന ബസ് ഇതായിരുന്നു. ഈ ബസ് തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ്. KSRTCയുടെയും നിരവധി ബസ്സുകൾ ഈ റൂട്ട് വഴി സർവീസ് നടത്തുന്നുണ്ട്. തെങ്കാശി ബസ് സ്റ്റാൻഡിനോടടുപ്പിച്ച് കുറച്ച് ചെറിയ കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡാണ് ഈ തെങ്കാശി ബസ് സ്റ്റാൻഡ്. ഇതാണ് തെങ്കാശി ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശം. ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ തിരിച്ച് വീണ്ടും ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇവിടെ വന്നാൽ അത്യാവശ്യം ലഘുഭക്ഷണം കഴിക്കാനുള്ള കടകൾ ഇവിടെ ഉണ്ട്. കൊല്ലത്ത് നിന്നും തെങ്കാശിയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ആ കാണുന്നത്. ഞാൻ അവിടെ നിന്നൊരു ഓട്ടോയിൽ കയറി തെങ്കാശി ഗോപുരം ലക്ഷ്യമിട്ട് പോയി. നല്ല വെയിലുള്ളത് കൊണ്ടാണ് ഞാൻ ഓട്ടോ വിളിച്ചു പോയത്. ബസ് സ്റ്റാൻഡിൽ നിന്നും വലിയ ദൂരമില്ല ഈ തെങ്കാശി ഗോപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഈ തെങ്കാശി ഗോപുരത്തിൻ്റെ പരിസരത്തും അടുത്തുമായി ഒരുപാട് പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ കടകളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞാനും പണ്ട്. കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടേക്ക് വരാറുണ്ട് സാധനങ്ങൾ വാങ്ങാനായി. ഈ വീഡിയോ കണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെങ്കാശി ഗോപുരവും എക്സ്പ്ലോർ ചെയ്ത് പോകാം. തെങ്കാശി ഗോപുരത്തിന്റെ മുന്നിലെത്തി. ഈ കാണുന്നതാണ് തെങ്കാശി ഗോപുരം. കാശി വിശ്വനാഥ ക്ഷേത്രം എന്നാണ് ഈ തെങ്കാശി ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. തമിഴ് ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇത്. ഇതൊരു ശിവപാർവതി ക്ഷേത്രമാണ്. ഞാൻ അവിടെ എത്തിയത് ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രം ക്ലോസ്ഡ് ആയിരുന്നു. രാവിലെ 6 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8:30 വരെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഓപ്പണിംഗ് ടൈം. ഈവനിങ് ടൈമിൽ ഇവിടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്പോട്ടാണ്. അങ്ങനെ ഞാൻ ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ടൈമിൽ ഇവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയിരുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം കൂടി അവിടേക്ക് നിന്നു ഞാൻ. അങ്ങനെ ഞാൻ ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പോയ സമയത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയ സമയത്ത് അധികമായിട്ട് ഞാൻ കണ്ടത് പൂക്കളും അങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകളുമായിരുന്നു. തെങ്കാശി ഗോപുരത്തിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിലെത്തി. എനിക്ക് അവിടെ നിന്നും ഒരു കോട്ടയത്തേക്ക് പോകുന്ന ബസ് കിട്ടി. ഞാൻ അതിൽ കയറി നാട്ടിലേക്ക്. തിരിച്ചു വരുമ്പോഴേ നല്ല മഴയായിരുന്നു. പക്ഷേ അത് ഒട്ടും തന്നെ യാത്രയെ മുഷിപ്പുണ്ടാക്കിയില്ല. വരും ദിവസങ്ങളിൽ ഇനിയും നല്ല നല്ല യാത്രകൾ എൻ്റെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനിയും അടുത്തൊരു യാത്രയിൽ കാണാം.